കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. വിളറിയ അന്ന. എഴുതിയത് ഹെൻറിച്ച് ബോൾ. 1950 വസന്തകാലത്ത് ഞാൻ യുദ്ധമുന്നണിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് ടൗണിൽ എന്നെ അറിയുന്ന ആരുമില്ലെന്ന് എനിക്ക് മനസ്സിലായത്. ഭാഗ്യത്തിന് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് കുറച്ചു പണം സമ്പാദിച്ചു തന്നിരുന്നു. ഞാനൊരു മുറി വാടകയ്ക്കെടുത്തു, ടൗണിൽ തന്നെ. എന്നിട്ട് ഞാൻ കിടക്കയിൽ തന്നെ പുകവലിച്ചുകൊണ്ട് കാത്തു കിടന്നു. പക്ഷേ എന്തിനെയാണ് കാക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യം തോന്നിയില്ല. എൻ്റെ വീട്ടുടമസ്ഥയ്ക്ക് ഞാൻ പണം കൊടുത്തു. അവർ എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം പാകം ചെയ്തു തന്നു. അവർ എനിക്ക് ആവശ്യമുള്ളതെന്തും വാങ്ങിത്തന്നു. ഓരോ സമയം അവർ കോഫിയോ ഭക്ഷണമോ കൊണ്ടുവരുമ്പോൾ അവർ മുറിയിൽ എനിക്ക് ഇഷ്ടമുള്ളതിൽ കൂടുതൽ സമയം തങ്ങി. അവരുടെ മകൻ കലിനോപ്ക എന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. അവർ മുറിയിലെത്തുമ്പോൾ ട്രേ മേശപ്പുറത്ത് വെച്ചിട്ട് മുറിയുടെ അധികം പ്രകാശമില്ലാത്ത എൻ്റെ കിടക്ക കിടക്കുന്ന മൂലയിൽ വരും. അവിടെ ഞാൻ ഉറങ്ങുകയോ അലസമായി ഇരിക്കുകയോ ചെയ്തിരുന്നു. സിഗരറ്റ് ഭിത്തിയിൽ കുത്തിക്കെടുത്തിയിരുന്നതും അവിടെ കിടന്നാണ്. അതുകൊണ്ട് എൻ്റെ കിടക്കയ്ക്കരികിൽ ഭിത്തിയിലെല്ലാം കറുത്ത അടയാളങ്ങളായിരുന്നു. എൻ്റെ വീട്ടുടമസ്ഥ വിളറിയും ക്ഷീണിച്ചുമിരുന്നു. അവരുടെ മെലിഞ്ഞ മുഖം എൻ്റെ കിടക്ക കടന്നു പോകുമ്പോൾ ഞാൻ ഭയന്നിരുന്നു. ആദ്യം ഞാൻ കരുതിയത് അവർക്ക് ഭ്രാന്തായിരിക്കുമെന്നാണ്. കാരണം അവരുടെ കണ്ണുകൾ വളരെ വലുതും വളരെയധികം തിളങ്ങുന്നവയുമായിരുന്നു. എപ്പോഴും അവർ തൻ്റെ മകനെപ്പറ്റി എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു. അവനെ നിനക്ക് അറിയില്ലെന്ന് ഉറപ്പാണോ? ആ സ്ഥലത്തിൻ്റെ പേര് കലിനോപ്ക എന്നാണ്. നീ എപ്പോഴെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? പക്ഷേ കലിനോപ്ക എന്നൊരു സ്ഥലത്തെപ്പറ്റി ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഓരോ സമയവും ഞാൻ ഭിത്തിയുടെ നേർക്ക് തിരിഞ്ഞു പറയും, ഇല്ല, സത്യമായുമില്ല, എനിക്ക് ഓർമ്മയില്ല. എൻ്റെ വീട്ടുടമയ്ക്ക് ഭ്രാന്തില്ലായിരുന്നു. അവർ വളരെ അന്തസ്സുള്ള സ്ത്രീയായിരുന്നു. പക്ഷേ അവർ ആ ചോദ്യം ചോദിക്കുമ്പോൾ അതെന്നെ വല്ലാതെ മുറിപ്പെടുത്തി. അവർ വളരെ പ്രാവശ്യം അത് ചോദിക്കും. ഒരു ദിവസം തന്നെ വളരെ പ്രാവശ്യം. അവരുടെ അടുക്കളയിൽ ഞാൻ പോകുമ്പോൾ അവരുടെ മകൻ്റെ നിറമുള്ള ഫോട്ടോ അവരുടെ സോഫയ്ക്ക് മുകളിൽ തൂങ്ങുന്നത് ഞാൻ കാണാറുണ്ട്. അവനൊരു ചിരിക്കുന്ന നല്ല മുഖമുള്ള ബാലനായിരുന്നു. ആ നിറമുള്ള ഫോട്ടോയിൽ അവനൊരു സൈനികന്റെ നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന യൂണിഫോം ധരിച്ചിരുന്നു. അത് അവൻ ബാരക്കിലുള്ളപ്പോൾ എടുത്തതാണ്, വീട്ടുടമസ്ഥ പറഞ്ഞു. മുന്നണിയിലേക്ക് പോകുന്നതിന് മുൻപ് ശരീരത്തിന്റെ പകുതി ഭാഗം ചിത്രീകരിക്കുന്ന രീതിയിൽ എടുത്തതാണത്. അയാൾ ഒരു ഉരുക്കുതൊപ്പി ധരിച്ചിരുന്നു. അയാളുടെ പുറകിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു തകർന്ന കൊട്ടാരത്തിന്റെ മാതൃക കാണാമായിരുന്നു. അതിനു മുകളിൽ വള്ളിച്ചെടികൾ പടർന്നു കയറിയിരുന്നു. അവനൊരു കണ്ടക്ടറായിരുന്നു, വീട്ടുടമസ്ഥ പറഞ്ഞു. ഒരു ട്രാമിലെ കണ്ടക്ടർ, നന്നായി പണിയെടുക്കുന്ന ഒരു കുട്ടി. ഓരോ നിമിഷവും തൻ്റെ തയ്യൽ മേശയ്ക്ക് മുകളിലിരിക്കുന്ന അവൻ്റെ ഫോട്ടോ അവർ നോക്കും. അത് നൂലുകളുടെ ഇടയിലാണ് ഇരിക്കുന്നത്. എപ്പോഴും അവർ പലതരം ഫോട്ടോകൾ നിർബന്ധിച്ച് എൻ്റെ കയ്യിൽ വെച്ച് തരും. സ്കൂൾ ട്രൂപ്പിലെ ഫോട്ടോ, അതിലവൻ മുൻനിരയിൽ തന്നെ നടുവിൽ സ്ലേറ്റും പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ സ്ലേറ്റുകളിൽ 6ഉം 7ഉം അവസാനം 8ഉം രേഖപ്പെടുത്തിയിരുന്നു. മറ്റൊരു കെട്ടിൽ അവൻ കുർബാന സ്വീകരിച്ചപ്പോഴെടുത്ത ഫോട്ടോകളാണ്. ഒരു കറുത്ത സൂട്ടിൽ ഒരു മെഴുകുതിരിയും പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ. അതിനുശേഷം ഒരു ലേത്തിൽ താഴുണ്ടാക്കുന്നയാളുടെ ട്രെയിനിയായി ജോലി നോക്കിയപ്പോഴുള്ള ഫോട്ടോ. അയാളുടെ ദേഹത്ത് കരിയും അഴുക്കുമുണ്ട്. കയ്യിൽ ഒരു അരം പിടിച്ചിട്ടുണ്ട്. അവന് കിട്ടേണ്ട ജോലി അതായിരുന്നില്ല, വീട്ടുടമസ്ഥ പറഞ്ഞു. അത് വല്ലാത്ത ഭാരിച്ച ജോലിയായിരുന്നു. അവൻ്റെ അവസാനത്തെ പടം അവരെനിക്ക് കാണിച്ചു തന്നു. അയാൾ ഒരു പട്ടാളക്കാരനാകുന്നതിന് മുൻപുള്ള പടം. അതിലൊരു ട്രാം കണ്ടക്ടറുടെ യൂണിഫോമിലായിരുന്നു അവൻ. നമ്പർ 9 ട്രാമിൻ്റെ അടുത്ത്. അത് ടെർമിനസിൽ കിടക്കുമ്പോഴുള്ള പടമാണ്. ആ ടെർമിനസിൽ പല ട്രാമുകളുടെ ട്രക്കുകൾ സംയോജിക്കുന്ന സ്ഥലം കാണാം. കൂടാതെ പാനീയങ്ങൾ വിൽക്കുന്ന സ്റ്റാൻഡും. അവിടെ നിന്ന് ഞാൻ പലപ്പോഴും സിഗരറ്റ് വാങ്ങിയിരുന്നു. ആ സമയത്ത് യുദ്ധമില്ലായിരുന്നു. അവിടെ നിന്ന പോപ്ലാർ മരത്തെ ഞാൻ ഓർത്തു. അത് ഇപ്പോഴും അവിടെയുണ്ട്. അവിടെ ഗേറ്റിൽ സ്വർണ്ണ നിറമുള്ള സിംഹത്തിന്റെ രൂപം വെച്ചിട്ടുള്ള വീട് ഞാൻ കണ്ടു. അതിപ്പോഴും അവിടെ ഇല്ല. യുദ്ധസമയത്ത് അവിടെ നിന്നിരുന്ന പെൺകുട്ടിയെപ്പറ്റി ഞാൻ ഓർക്കുമായിരുന്നു. അവൾ വളരെ സുന്ദരിയായിരുന്നെങ്കിലും വിളറിയിരുന്നു. അവൾക്ക് ഇടുങ്ങിയ കണ്ണുകൾ ഉണ്ടായിരുന്നു. അവൾ ടെർമിനസ് 9 നിന്ന് ട്രാം കയറിയിരുന്നു. വീട്ടുടമസ്ഥയുടെ മകന്റെ ടെർമിനസ് 9 ഫോട്ടോ ഞാൻ എപ്പോഴും കൂടുതൽ നേരം നോക്കിയിരുന്നു. ഞാനപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു. ആ പെൺകുട്ടിയെപ്പറ്റിയും ഞാൻ ആ സമയത്ത് ജോലി ചെയ്തിരുന്ന സോപ്പ് ഫാക്ടറിയെ പറ്റിയും ആ ട്രാമിന്റെ ബ്രേക്ക് ഇടുന്ന ശബ്ദവും വേനൽക്കാലത്ത് ഞാൻ അവിടെ നിന്ന് കുടിച്ച ലെമനേഡിനെ പറ്റിയും സിഗരറ്റിന്റെ പച്ച നിറത്തിലുള്ള പരസ്യത്തെ പറ്റിയും. ചിലപ്പോൾ വീട്ടുടമസ്ഥ പറഞ്ഞു, നിനക്കവനെ അറിയാമായിരുന്നിരിക്കണം.
ഞാൻ തലയാട്ടിയിട്ട് ആ ഫോട്ടോ ബോക്സിനകത്ത് വെച്ചു. അത് നല്ല തിളങ്ങുന്ന ഫോട്ടോ ആയിരുന്നു. ഇപ്പോഴും അത് പുതിയതായി തോന്നിച്ചു. പക്ഷെ അതിന് 8 വർഷത്തെ പഴക്കമുണ്ടായിരുന്നു. ഇല്ല ഇല്ല, കലിനോവ്ക്കയെ പോലും എനിക്ക് അറിയില്ല, ഞാൻ പറഞ്ഞു. അവരുടെ അടുക്കളയിലേക്ക് എനിക്ക് പല പ്രാവശ്യം പോകേണ്ടി വന്നു. അവർ പലപ്പോഴും എൻ്റെ മുറിയിൽ വന്നു. എനിക്ക് മറക്കേണ്ട കാര്യം തന്നെയാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചത്, യുദ്ധം. ഞാൻ എൻ്റെ സിഗരറ്റിന്റെ ചാരം കിടക്കയ്ക്ക് കീഴെ തട്ടിയിട്ടു. കുറ്റി ഭിത്തിയിൽ കുത്തി അണച്ചു. ചിലപ്പോൾ ഞാൻ കിടക്കയിൽ കിടക്കുമ്പോൾ അടുത്ത മുറിയിൽ ഒരു പെൺകുട്ടിയുടെ കാലടി ശബ്ദം കേട്ടിരുന്നു. അല്ലെങ്കിൽ അടുക്കളയുടെ പുറകിൽ താമസിച്ചിരുന്ന യുഗോസ്ലാവുകാരന്റെ ശബ്ദം. അയാൾ തന്റെ മുറിയിലേക്ക് പോകുന്നതിന് മുൻപ് ലൈറ്റിന്റെ സ്വിച്ച് കാണാതെ പ്രാകുന്നത് കേൾക്കാമായിരുന്നു. ഞാൻ അവിടെ വന്നിട്ട് 3 ആഴ്ചയായി കാണും. കാളിന്റെ പടം എൻ്റെ കയ്യിൽ വന്നത് ഏതാണ്ട് 50 പ്രാവശ്യമായി കാണണം. ഞാൻ ആ ട്രാം കാർ കണ്ടു. അതിനു മുൻപിൽ അവൻ നിൽക്കുകയായിരുന്നു, തൻ്റെ ചെറിയ ബാഗും പുഞ്ചിരിയുമായി. ബാഗ് ശൂന്യമായിരുന്നില്ല. ഞാൻ ആദ്യമായി കുറെ കൂടി ശ്രദ്ധയോടെ നോക്കി ആ ഫോട്ടോയിലേക്ക്. അപ്പോഴാണ് കണ്ടത്, ഒരു പുഞ്ചിരിക്കുന്ന പെൺകുട്ടി കാറിനകത്തുള്ളതായി ആ പടത്തിൽ കാണുന്നു. വീട്ടുടമസ്ഥ ഓടി വന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ നിനക്കറിയാമോ അവനെ? നിനക്കറിയാമോ? എന്നിട്ടവൾ എൻ്റെ പിന്നിലേക്ക് പോയി. അവരിൽ നിന്ന് പുതിയ പച്ച പയറിന്റെ മണം പുറകിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടു. ഇല്ല, ഞാൻ സാവധാനം പറഞ്ഞു. പക്ഷേ എനിക്ക് ആ പെൺകുട്ടിയെ അറിയാം. പെൺകുട്ടിയോ? അവർ പറഞ്ഞു. അവൾ അവന്റെ കാമുകിയായിരുന്നു. അവനവളെ പിന്നീട് കണ്ടില്ലെന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കാം. എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു. അവർ മറുപടി പറഞ്ഞില്ല. എൻ്റെ അടുത്ത് നിന്ന് അവർ പോയി. എന്നിട്ട് ജനാലയ്ക്കടുത്ത് കസേരയിൽ പോയിരുന്നു. എന്നിട്ട് പയറിന്റെ തോട് കളയാൻ തുടങ്ങി. എൻ്റെ മുഖത്ത് നോക്കാതെ അവർ പറഞ്ഞു, നിനക്ക് ആ പെൺകുട്ടിയെ അറിയുമെന്നോ? ആ ഫോട്ടോ ഞാൻ ബലമായി കയ്യിൽ പിടിച്ചു. വീട്ടുടമസ്ഥയെ നോക്കി പറഞ്ഞു, ആ സോപ്പ് ഫാക്ടറിയെ പറ്റി, 9-ാം നമ്പർ ടെർമിനസിനെ പറ്റി, എന്നിട്ട് ടെർമിനസിൽ നിന്ന് ട്രാമിൽ കയറുന്ന പെൺകുട്ടിയെ പറ്റിയും. അതിൽ കൂടുതൽ അറിയില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞു. അവർ പയറ് ഒരു അരിപ്പയിലാക്കി ടാപ്പ് തുറന്നു. നീ ഇനി അവളെ കാണുമ്പോൾ നിനക്ക് മനസ്സിലാകും അവൻ അവളെ വീണ്ടും കാണാത്തത് നല്ലതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്ന്. അവർ തൻ്റെ കൈ ഏപ്രണിൽ തുടച്ചു. എൻ്റെ അടുത്ത് വന്ന് ശ്രദ്ധയോടെ ആ ഫോട്ടോ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അവരുടെ മുഖം കൂടുതൽ മെലിഞ്ഞതായി എനിക്ക് തോന്നി. അവർ എന്നെ കടന്ന് അപ്പുറത്തേക്ക് നോക്കി. അവർ സൗമ്യമായി തൻ്റെ കൈകൊണ്ട് എൻ്റെ ഇടത് കൈയിൽ പിടിച്ചു. നിന്റെ മുറിയുടെ അടുത്ത മുറിയിലാണവർ താമസിക്കുന്നത്, അന്ന. ഞങ്ങൾ അവളെ വിളറിയ അന്ന എന്നാണ് എപ്പോഴും വിളിക്കുന്നത്. കാരണം അവൾക്ക് അത്ര വെളുത്ത മുഖമാണ്. ഇതുവരെ നീ അവളെ കണ്ടില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞു. ഞാൻ അവളെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അവളുടെ ശബ്ദം പല പ്രാവശ്യം കേട്ടു. അവൾക്ക് എന്തു പറ്റി? എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ഇഷ്ടമില്ല. നീ അത് അറിയുന്നത് നല്ലതാണ്. അവളുടെ മുഖം വല്ലാതെ ചീത്തയായി പോയി. അതു നിറയെ മുറിവിന്റെ പാടുകളാണ്. ഒരു കടയുടെ ജനാലയിലൂടെ അവൾ സ്ഫോടനത്തിൽ വലിച്ചെറിയപ്പെടുകയായിരുന്നു. അവളെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റില്ല. വൈകുന്നേരം ഞാൻ കുറെ നേരം കാത്തിരുന്നു, പടിക്കെട്ടിൽ കാലടി ശബ്ദം കേൾക്കുന്നത് വരെ. പക്ഷേ ആദ്യമായി എനിക്ക് തെറ്റുപറ്റി. അതാ യുഗോസ്ലാവിയക്കാരന്റെ വരവിന്റെ ശബ്ദമായിരുന്നു. ഞാൻ അയാളുടെ അടുത്ത് ഓടിച്ചെല്ലുന്നത് കണ്ട് അയാൾക്ക് അതിശയമായി. ഞാൻ അന്താളിച്ചുകൊണ്ട് പറഞ്ഞു, ഗുഡ് മോർണിംഗ്. എന്നിട്ട് ഞാൻ എൻ്റെ മുറിയിലേക്ക് തിരിച്ചുപോയി. അവളുടെ മുഖം നിറയെ പാടുകളുള്ളതിനെ പറ്റി ഞാൻ സങ്കല്പിച്ചു. പക്ഷേ സാധിച്ചില്ല. ഞാൻ കാണുമ്പോൾ പാടുകൾ ഉണ്ടായിട്ടും അതൊരു സുന്ദരമായ മുഖമായിരുന്നു. ഞാൻ സോപ്പ് ഫാക്ടറിയെ പറ്റി ചിന്തിച്ചു. എൻ്റെ അച്ഛനമ്മമാരെ പറ്റിയും അക്കാലങ്ങൾ വെളിയിൽ ചുറ്റിത്തിരിയുമ്പോൾ കൊണ്ടു നടക്കാറുള്ള പെൺകുട്ടിയെ പറ്റിയും. അവളുടെ പേര് എലിസബത്ത് എന്നായിരുന്നു. പക്ഷെ അവൾ എന്നെക്കൊണ്ട് മൂട്ട്സ് എന്ന് വിളിപ്പിച്ചിരുന്നു. ഞാൻ അവളെ ചുംബിക്കുമ്പോഴെല്ലാം അവൾ ചിരിച്ചിരുന്നു. ഞാനത് ബാലിശമെന്ന് കരുതി. യുദ്ധമുന്നണിയിലായിരുന്നപ്പോൾ ഞാൻ അവൾക്ക് പോസ്റ്റ് കാർഡുകൾ അയച്ചിരുന്നു. അവളാണെങ്കിൽ വീട്ടിലുണ്ടാക്കിയ ബിസ്ക്കറ്റുകൾ ചെറിയ പാഴ്സലുകളായി അയച്ചു തന്നു. പക്ഷേ അവ കയ്യിൽ കിട്ടുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിരുന്നു. അവൾ സിഗരറ്റുകളും ദിനപത്രങ്ങളും അയച്ചു. അവളുടെ കത്തുകളിൽ ഒന്നിൽ അവൾ എഴുതി, നിങ്ങൾ കുട്ടികൾ ജയിക്കും. നിങ്ങൾ അവിടെയുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ എനിക്ക് അവിടെയുള്ളതിൽ യാതൊരു അഭിമാനവും ഉണ്ടായിരുന്നില്ല. എനിക്ക് അവധി കിട്ടിയപ്പോൾ അക്കാര്യം ഞാൻ അവൾക്ക് എഴുതിയില്ല. എൻ്റെ നാട്ടിൽ താമസിച്ചിരുന്ന ഒരു പുകയില കച്ചവടക്കാരൻ്റെ മകളുമായി ചുറ്റിക്കറങ്ങി. ഞാൻ ആ പുകയില കച്ചവടക്കാരൻ്റെ മകൾക്ക് എൻ്റെ കമ്പനിയിൽ ഉണ്ടാക്കിയ സോപ്പ് നൽകി. അവൾ എനിക്ക് സിഗരറ്റ് നൽകി. ഞങ്ങൾ സിനിമയ്ക്ക് പോയി, ഡാൻസ് ചെയ്യാനും. ഒരിക്കൽ അവളുടെ മാതാപിതാക്കൾ ദൂരെയായിരുന്നപ്പോൾ അവൾ എന്നെ അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇരുട്ടത്ത്
ഞാൻ അവളെ കിടക്കയിലേക്ക് വലിച്ചിട്ടു. ഞാൻ അവളുടെ മുകളിൽ കയറാൻ നേരം അവൾ സ്വിച്ചിട്ടിട്ട് എൻ്റെ നേർക്ക് നോക്കി ചിരിച്ചു. അതൊരു സൂത്രച്ചിരിയായിരുന്നു. ആ വെട്ടത്തിൽ അവളുടെ ഭിത്തിയിൽ ഹിറ്റ്ലറുടെ ചിത്രം തൂങ്ങുന്നത് ഞാൻ കണ്ടു. ഒരു നിറമുള്ള ഫോട്ടോ. ആ വാൾപേപ്പറിൽ ഹിറ്റ്ലറോടൊപ്പം ക്രൂരത കാണിക്കുന്ന പലരും ഹൃദയത്തിന്റെ രൂപത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പോസ്റ്റ് കാർഡിൽ ഹെൽമറ്റ് ധരിച്ച യുവാക്കളുള്ളത് അവിടെ പിന്നുകൊണ്ട് ഉറപ്പിച്ചിരുന്നു. കിടക്കയിൽ തന്നെ പെൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ട് ഒരു സിഗരറ്റ് കൊളുത്തിക്കൊണ്ട് വെളിയിലേക്ക് നടന്നു. പിന്നീട് 2 പെൺകുട്ടികളും യുദ്ധമുന്നണിയിലേക്ക് പോസ്റ്റ് കാർഡുകൾ അയച്ചു. അവയിൽ അവർ പരാതി പറഞ്ഞു. ഞാൻ അവരോട് മോശമായി പെരുമാറിയെന്ന്. ഞാൻ അവയ്ക്ക് മറുപടി അയച്ചില്ല. അന്നയെ പ്രതീക്ഷിച്ച് ഞാൻ കുറെ നേരം കാത്തിരുന്നു. ഇരുട്ടത്തിരുന്ന് ഒരുപാട് സിഗരറ്റ് പുകച്ചു. താഴിൽ താക്കോൽ തിരുകപ്പെട്ടപ്പോൾ എഴുന്നേറ്റ് അവളുടെ മുഖത്ത് നോക്കാൻ ഞാൻ ഭയന്നു. അവൾ കതക് തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അവൾ മുറിയിൽ നടക്കുമ്പോൾ ഏതോ പാട്ട് മൂളിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വരാന്തയിൽ കാത്തു നിന്നു. വളരെ പെട്ടെന്ന് അവളുടെ മുറിയിൽ നിശബ്ദത പരന്നു. അവൾ മുറിയിൽ നടക്കുന്നുണ്ടായിരുന്നില്ല. മൂളിപ്പാട്ട് നിർത്തി. കതകിൽ മുട്ടാൻ എനിക്ക് ഭയമായിരുന്നു. യുഗോസ്ലാവിയക്കാരൻ പിറുപിറുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. പക്ഷേ അന്നായുടെ മുറിയിൽ നിശബ്ദതയായിരുന്നു. തുറന്നു കിടന്ന എൻ്റെ മുറിയിലൂടെ വാൾപേപ്പറിൽ ഞാൻ സിഗരറ്റ് കുത്തിക്കെടുത്തിയ അടയാളങ്ങൾ കണ്ടു. നീളമുള്ള ആ യുഗോസ്ലാവിയക്കാരൻ തൻ്റെ കിടക്കയിൽ കിടന്നു. അയാളുടെ കാലിന്റെ ശബ്ദം ഞാൻ കേട്ടില്ല. അയാൾ പിറുപിറുക്കുന്നത് മാത്രം കേട്ടു. വീട്ടുടമസ്ഥയുടെ അടുക്കളയിൽ തിളയ്ക്കുന്ന കെറ്റിലിന്റെ ശബ്ദവും കേട്ടില്ല. വീട്ടുടമസ്ഥ തൻ്റെ കോഫി പാത്രത്തിന്റെ ലോഹ അടപ്പ് അടയ്ക്കുന്ന ശബ്ദം കേട്ടു. അന്നയുടെ മുറിയിൽ അപ്പോഴും നിശബ്ദതയായിരുന്നു. അവളുടെ മുറിക്ക് വെളിയിൽ നിന്നപ്പോൾ അവൾ പിന്നീട് എല്ലാ കാര്യവും എന്നോട് പറയുമെന്ന് ഞാൻ ചിന്തിച്ചു. പിന്നീട് അവൾ എല്ലാം എന്നോട് പറഞ്ഞു. മുറിയുടെ വാതിലിനടുത്ത് തൂങ്ങിക്കിടന്ന പടത്തിൽ ഞാൻ സൂക്ഷിച്ചു നോക്കി. വെള്ളി പോലെ തിളങ്ങുന്ന ഒരു തടാകത്തിൽ മനോഹരമായ നനഞ്ഞ തലമുടിയുള്ള ഒരു ജലദേവത പച്ചക്കാടുകൾക്കിടയിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു കർഷക ബാലനെ നോക്കി ചിരിക്കുന്നു. അവളുടെ കഴുത്ത് നല്ല വെളുത്തതും നീളം കൂടിയതുമായിരുന്നു. എപ്പോഴാണെന്ന് എനിക്കറിയില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ കതകിന്റെ കൈപ്പിടി തുറക്കുന്നതിന് പ്രസ് ചെയ്യുന്നതിന് മുൻപേ വാതിൽ തുറന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി അന്ന എൻ്റേതാണെന്ന്. അവളുടെ മുഖത്ത് ചെറിയ നീല മുറിവുകളുടെ അടയാളങ്ങളായിരുന്നു. ചട്ടിയിലെ മഷ്റൂം സ്റ്റൂവിന്റെ മണം മുറിയിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു. ഞാൻ ആ മുറിയുടെ വാതിൽ മലർക്കെ തുറന്നു. അന്നായുടെ ചുമലിൽ പിടിച്ച് ഞാൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു.